ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എക്സർസൈസിലുള്ള പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ 4 മോഡലുകൾ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിനകത്തു നിന്നുള്ള പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യുന്നത്. കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് എക്സർസൈസിലുള്ള പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇൻ്റഗ്രൽ 2x + 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 3. ഇവിടെ രണ്ട് ഫംഗ്ഷനുണ്ട്. 2x + 1 എന്നൊരു ഫംഗ്ഷനുണ്ട്, എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 3 എന്നൊരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഒന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മറ്റൊന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടുന്നോന്ന് നോക്കണം. അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 3 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x + 1 എന്ന് കിട്ടും. അത് ന്യൂമറേറ്ററിലുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 3ക്ക് പകരം u എന്ന് കൊടുക്കണം. അപ്പോൾ പുട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 3 = u. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x എന്ന് കിട്ടും. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പോൾ 2x + 1 × dx എന്നാണ് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡ് 3 0 ആയി പോകും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. ഇനി യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ du എന്ന് കിട്ടും. അപ്പോൾ 2x + 1 dxന് പകരം du എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2x + 1 dxന് പകരം du എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. താഴെ എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 3ക്ക് പകരം u എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 1/u du എന്നാണ് വരുന്നത്. 1/uവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം log u എന്നാണ് കിട്ടുന്നത്. അപ്പോൾ log u + a കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. എന്നിട്ട് യുവിന് പകരം എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ log എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 3 + a കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് കിട്ടും. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ sec² x dx / 1 + tan x. അപ്പോൾ ഇവിടെ ഇവിടെ രണ്ട് ഫംഗ്ഷനുണ്ട്. ഒന്ന് sec² x എന്നൊരു ഫംഗ്ഷൻ, മറ്റേത് 1 + tan x എന്ന് പറയുന്ന ഫംഗ്ഷൻ. 1 + tan x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് sec² x എന്ന് കിട്ടുമെന്നറിയാം. അപ്പോൾ ഈ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 1 + tan x-ന് പകരം u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1 + tan x-ന് പകരം നമ്മൾ u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 0 എന്ന് കിട്ടും. tan x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ sec² x എന്ന് കിട്ടും. അപ്പോൾ tan x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ sec² x. അപ്പോൾ sec² x dx = du എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ sec² x dx-ന് പകരം du എന്ന് എഴുതാം. 1 + tan x-ന് പകരം u എന്ന് എഴുതാം. അപ്പോൾ ഇത് 1/u du എന്നാണ്. അപ്പോൾ 1/uവിൻ്റെ ഇൻ്റഗ്രലാണ് വേണ്ടത്. 1/uവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ log u എന്ന് കിട്ടും. ഇനി യുവിന് പകരം 1 + tan x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. + a കോൺസ്റ്റൻറ്റ്. അപ്പോൾ log 1 + tan x + a കോൺസ്റ്റൻറ്റ് എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ cos x / 2 + sin x. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഏത് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമോ. രണ്ട് ഫംഗ്ഷനുണ്ട് ഇവിടെ. cos x എന്നൊരു ഫംഗ്ഷനുണ്ട്, 2 + sin x എന്നൊരു ഫംഗ്ഷനുണ്ട്. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2 + sin x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos x കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ 2 + sin x-ന് പകരം u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടു + sin x-ന് പകരം u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടുമെന്നറിയാം. sin x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos x എന്ന് കിട്ടും. അപ്പോൾ ഇത് cos x dx = du. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ cos x dx-ന് പകരം du / 2 + sin x അതിന് പകരം u. അപ്പോൾ 1/u എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ log u. ഇനി യുവിന് പകരം 2 + sin x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. + a കോൺസ്റ്റൻറ്റ്. അപ്പോൾ log 2 + sin x + a കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടും. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ 1 - sin x / x + cos x²
ഇവിടെ നമുക്ക് കാണപ്പം തന്നെ അറിയാം എക്സ് പ്ലസ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 മൈനസ് സൈൻ എക്സ് കിട്ടുമെന്നറിയാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ എക്സ് പ്ലസ് കോസ് എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 എന്ന് കിട്ടും, കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു എന്ന് വരും. ഇനി ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു. അപ്പോൾ ന്യൂമറേറ്ററിൽ ഡി യു എന്ന് വരും. ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് കോസ് എക്സിന് പകരം യു എന്ന് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ യു സ്ക്വയർഡ് ആവും. അപ്പോൾ ഇനി ഈ യു സ്ക്വയറിനെ അങ്ങ് മേളിൽ കൊണ്ടുപോകുമ്പോൾ യു റൈസ് ടു മൈനസ് 2 എന്ന് വരും. യു റൈസ് ടു മൈനസ് 2 നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. യു റൈസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 എന്ന് കിട്ടും, പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇനി മൈനസ് 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പോൾ യു റൈസ് ടു മൈനസ് 1 ബൈ മൈനസ് 1 പ്ലസ് എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. ഇനി യു റൈസ് ടു മൈനസ് 1 താഴെ കൊണ്ടുവരുമ്പോൾ 1 ബൈ യു എന്ന് വരും. അപ്പോൾ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് 1 ബൈ യു പ്ലസ് എ കോൺസ്റ്റൻ്റ് എന്ന് വരും. ഇനി യുവിന് പകരം എക്സ് പ്ലസ് കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ മൈനസ് 1 ബൈ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻ്റ് എന്ന് വരും. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 7 ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8 ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കാണപ്പോൾ അറിയാം 1 പ്ലസ് എക്സ് റൈസ് ടു 8നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. എക്സ് റൈസ് ടു 8ൻ്റെ ഡെറിവേറ്റീവ് 8 എക്സ് റൈസ് ടു 7 എന്ന് വരും. ആ എക്സ് റൈസ് ടു 7 മേളിലുണ്ട്. അപ്പം പൊട്ട് 1 പ്ലസ് എക്സ് റൈസ് ടു 8 ഇസ് ഈക്വൽ ടു യു. വൺ പ്ലസ് എക്സ് റൈസ് ടു 8ന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇത് 0. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു 8നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 8 എക്സ് റൈസ് ടു 7 ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. 8 എക്സ് റൈസ് ടു 7 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. ഇനി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സ് റൈസ് ടു 7 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 8 എന്ന് വരും. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ ഇത് ഡി യു ബൈ 8, എക്സ് റൈസ് ടു 7 ഡി എക്സിന് പകരം ഡി യു ബൈ 8 എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8 എന്ന് പറഞ്ഞാൽ യു ആണ്. അപ്പോൾ യു ക്യൂബ് 1 ബൈ 8 പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 1 ബൈ യു ക്യൂബിന് ന്യൂമറേറ്റർ കൊണ്ടുപോകുമ്പോൾ യു റൈസ് ടു മൈനസ് 3, യു റൈസ് ടു മൈനസ് 3 ഡി യു എന്ന് വരും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. യു റൈസ് ടു മൈനസ് 3യെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു റൈസ് ടു മൈനസ് 3 പ്ലസ് 1 ബൈ മൈനസ് 3 പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. മൈനസ് 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. അപ്പോൾ യു റൈസ് ടു മൈനസ് 2 ബൈ മൈനസ് 2 എന്ന് വരും, പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 1 by 8 into 1 by minus 2 is minus 1 by 16 into 1 by u squared plus a constant. അപ്പോൾ യുവിന് പകരം നിങ്ങൾ 1 പ്ലസ് എക്സ് റൈസ് ടു 8 കൊടുക്കണം. മൈനസ് 1 ബൈ 16 ഇൻറ്റു 1 ബൈ യുവിന് പകരം 1 പ്ലസ് എക്സ് റൈസ് ടു 8. അപ്പോൾ യുവിന് പകരം 1 പ്ലസ് എക്സ് റൈസ് ടു 8 കൊടുക്കുമ്പോൾ 1 ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങളിത് എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് 9 ഡി എക്സ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് 2x കിട്ടുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർഡ് പ്ലസ് 9ന് പകരം നിങ്ങൾ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x, 9നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x dx എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ ഡി യു. നമുക്ക് വേണ്ടത് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ 2 എന്ന് കിട്ടി. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റൂട്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് 9, അപ്പോൾ റൂട്ട് യു എന്ന് വരും. എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു ബൈ 2. റൂട്ട് യുവിനെ യു റൈസ് ടു 1 ബൈ 2 നമുക്ക് എഴുതാം. ഇനി യു റൈസ് ടു 1 ബൈ 2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ യു റൈസ് ടു 1 ബൈ 2 പ്ലസ് 1 ബൈ 1 ബൈ 2 പ്ലസ് 1. ഇവിടെ ഒരു 1 ബൈ 2 ഉണ്ട്. 1 ബൈ 2 ഇൻറ്റു യു റൈസ് ടു 1 ബൈ 2 പ്ലസ് 1 ബൈ 1 ബൈ 2 പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റൻറ്റ്.
ഇനി യു റൈസ് ടു 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അപ്പോൾ യു റൈസ് ടു 3/2 ബൈ 3/2, 1/2 ഇൻറ്റു യു റൈസ് ടു 3/2 ബൈ 3/2. ഈ 2ഉം 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ 1/3 എന്ന് വരും, യു റൈസ് ടു 3/2. ഇനി യുവിന് പകരം എക്സ് സ്ക്വയർഡ് പ്ലസ് 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1/3 എക്സ് സ്ക്വയർഡ് പ്ലസ് 9 റൈസ് ടു 3/2 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഈ പ്രോബ്ലം 1-2 തവണ എഴുതി പഠിക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഇൻ്റഗ്രൽ √1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുമല്ല, മറ്റൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ്റഗ്രൽ √1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ആംഗിൾ, ട്രിഗണോമെട്രിയിലെ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയുണ്ട്. സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് എഴുതാം. ഇത് സബ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ സൈൻ എക്സിന് പകരം നമുക്ക് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് എഴുതാം. ഇനി സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. ഇത് നമ്മൾക്ക് ഫസ്റ്റ് ഐഡൻറ്റിറ്റിയാണ് ട്രിഗണോമെട്രിയില. തീറ്റ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ തീറ്റയ്ക്ക് വരെ ഞാൻ എക്സ് ബൈ 2 കൊടുക്കുന്നു. അപ്പോൾ സൈൻ സ്ക്വയർഡ് എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ 1 ആകുമ്പോൾ തീറ്റ ഈസ് എനി വാല്യൂ. അപ്പം തീറ്റയ്ക്ക് വരെ എക്സ് ബൈ 2 കൊടുത്താലും ഇത് ട്രൂ ആയിരിക്കും. അപ്പോൾ സൈൻ സ്ക്വയർഡ് എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ 1ന് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 1ന് പകരം സൈൻ സ്ക്വയർഡ് എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സിന് പകരം 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഓക്കെ, ഇതിനെ നമുക്ക് എ സ്ക്വയർഡ് എന്ന് വായിക്കാം, ഇതിനെ ബി സ്ക്വയർഡ് എന്ന് വായിക്കാം, ഇതിനെ 2ab എന്ന് വായിക്കാം. അപ്പോൾ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് 2ab ആണ്. എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡ്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ 2 പ്ലസ് ബി എന്ന് പറയുന്ന കോസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ്. സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ എക്സ് ബൈ 2 പ്ലസ് കോസ് എക്സ് ബൈ 2 സ്ക്വയർ ഈസ് സെയിം ആസ് സൈൻ എക്സ് ബൈ 2 പ്ലസ് കോസ് എക്സ് ബൈ 2. ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ 2 പ്ലസ് cos x by 2 into dx. ഓക്കെ, ഇനി ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന് കോഎഫിഷ്യൻ്റ് ഉണ്ട്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1/2 ആണ്. അപ്പോൾ 1/2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 1/1/2 ഇൻറ്റു സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ് ബൈ 2. ഓക്കെ, പ്ലസ് ഇവിടെയും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ട്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1/2 ആണ്. അപ്പോൾ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/1/2 കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ. അപ്പോൾ സൈൻ എക്സ് ബൈ 2 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. 1/1/2 ഈസ് 2. അപ്പോൾ ഇത് മൈനസ് ആണ്. -2 കോസ് എക്സ് ബൈ 2 പ്ലസ് ഇത് 1/1/2 ഈസ് 2 സൈൻ എക്സ് ബൈ 2 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം ആണ്. നിങ്ങളിത് എഴുതി പഠിക്കുക. പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് പഴയ സ്കീമിൽ. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 1/x log x. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒരു ഫംഗ്ഷൻ 1/x, മറ്റൊരു ഫംഗ്ഷൻ log x. അപ്പോൾ log xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x കിട്ടുമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ log xന് പകരം u എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ log xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x. ഇവിടെ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/x dx is equal to du എന്ന് വരും. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ 1/x dxന് പകരം du.
1/x dxന് പകരം du, log x പകരം u, അപ്പോൾ du/u എന്ന് വരും. 1/u, 1/u into integral log u, log u plus a constant എന്ന് വരും. u എന്ന് പറഞ്ഞാൽ log x, അപ്പോൾ log x, log x plus a constant എന്നാണ് വരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു. അടുത്ത ടോപ്പിക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന ടോപ്പിക്കാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്.